ഒരു മുസ്ലിം മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിലുള്ള കടമകളാണ് നിർവഹിക്കേണ്ടത്. അത് ഡ്യൂട്ടീസ് ഓഫ് എ മുസ്ലിമാണ്. അദ്ദേഹം മരണപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാ അവകാശികൾ ചെയ്യേണ്ട ഒരു കടമയാണ്. ആ കടമയിൽ ശവസംസ്കാരത്തിനുള്ള ചെലവുകളാണ് ഒന്നാം ഘട്ടമായി നോക്കേണ്ടത്. ഒരു ആണായാലും പെണ്ണായാലും മരണപ്പെട്ടു പോയ ഒരു മുസ്ലിമിൻ്റെ വസ്തുക്കളിൽ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്ന അവകാശങ്ങളിൽ പിന്തുടർച്ചാവകാശം വഴി അനന്തരാവകാശികൾ കിട്ടുന്നതിൽ എന്തെങ്കിലും വേർതിരിവുണ്ടോ? തീർച്ചയായും അതുണ്ട് എന്നാണ് VP സുഹറ പറഞ്ഞു വെക്കുന്നത്. കാരണം സ്ത്രീക്ക്, അതായത് മകൾക്ക്, ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന അവകാശങ്ങൾ പുരുഷനോടൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാം, ശരീഅത്ത് നിയമമാണ് ഇപ്പോൾ ഇന്ത്യയിൽ മുസ്ലിം പിന്തുടർച്ചാ നിയമമായി കണക്കാക്കുന്നത്. മുസ്ലിം പിന്തുടർച്ചാ നിയമങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് മറ്റ് മതവിഭാഗങ്ങളിലെ പിന്തുടർച്ചാ നിയമങ്ങൾക്ക് അനുസരിച്ച് നോക്കുമ്പോൾ. കാരണം ക്രിസ്ത്യാനികൾ, പാഴ്സികൾ എന്നിവർ ഇന്ത്യൻ സക്സഷൻ ആക്ട് ഫോളോ ചെയ്യുമ്പോൾ ഹിന്ദു സക്സഷൻ ആക്ട് ഹിന്ദുക്കൾ ഫോളോ ചെയ്യുന്നു. മുസ്ലിം വ്യക്തി നിയമമാണ് മുസ്ലിം പിന്തുടർച്ചാ നിയമത്തിന് നിദാനമായ സംഗതിയായി കണക്കാക്കപ്പെടുന്നത്. ആർട്ടിക്കിൾ 14 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 14ൻ്റെയും 15ൻ്റെയും വയലേഷനാണ് നമ്മളുടെ ഈ മുസ്ലിം വ്യക്തി നിയമത്തിലെ സ്ത്രീകൾക്കുള്ള വിവേചനം എന്നാണ് VP സുഹറ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ച ഹർജിയിൽ വിവരിച്ചു കാണുന്നത്. മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചും പിന്തുടർച്ചാ നിയമം അനുസരിച്ചും ഒരു മുസ്ലിം മരിച്ചാൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ പിന്തുടർച്ചാവകാശികൾ കിട്ടുന്നത് എന്നുള്ളത് മുസ്ലിം പിന്തുടർച്ച നിയമമാണ് വിവക്ഷിക്കുന്നത്. മുസ്ലിം വ്യക്തി നിയമത്തിൽ ഒരു മുസ്ലിമിൻ്റെ പിന്തുടർച്ചാ അവകാശികൾ ആയിരിക്കണമെന്നും എങ്ങനെയാണ് അവർക്ക് വസ്തുക്കളിൽ ഭാഗങ്ങൾ എന്നതിനെ പറ്റിയും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്ക് ആ വിഭാഗങ്ങൾ എങ്ങനെയായിരിക്കും ഒരു വസ്തു ഭാഗിക്കപ്പെടേണ്ടത്, ഒരു മുസ്ലിം ആണോ പെണ്ണോ മരണപ്പെട്ടു പോയാൽ അവരുടെ വസ്തുക്കൾ എങ്ങനെ ഭാഗിക്കപ്പെടും, ആർക്കൊക്കെയാണ് അതിന് അവകാശം കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു മുസ്ലിം മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിൻ്റെ കടമകൾ പൂർത്തീകരിച്ച ശേഷം ബാക്കി വരുന്ന വസ്തുക്കൾ, സ്വത്ത്, അത് ഭൗതികമായ സ്വത്തായിരിക്കാം, മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കാം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കാം. ഈ സ്വത്തുക്കൾ എങ്ങനെയാണ് ഭാഗം ചെയ്യേണ്ടിയിരുന്നത്? ആദ്യമായി ഒരു മുസ്ലിം മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിലുള്ള കടമകളാണ് നിർവഹിക്കേണ്ടത്. അത് ഡ്യൂട്ടീസ് ഓഫ് എ മുസ്ലിമാണ്. അദ്ദേഹം മരണപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാ അവകാശികൾ ചെയ്യേണ്ട ഒരു കടമയാണ്. ആ കടമയിൽ ശവസംസ്കാരത്തിനുള്ള ചെലവുകളാണ് ഒന്നാം ഘട്ടമായി നോക്കേണ്ടത്. അത് കഴിയുകയെ പിന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടിയാണ് ബാക്കി അദ്ദേഹത്തിൻ്റെ വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത്. പിന്നീട് വിൽപ്പത്ര പ്രകാരം അദ്ദേഹം ആർക്കെങ്കിലും വസ്തു എഴുതി വെക്കുകയോ വിൽപ്പത്രം ചമയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗവും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിം മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ട പണം ഏത് രീതിയിലായാലും അത് മാറ്റിവെക്കുക. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് കടങ്ങളുണ്ടായിരുന്നെങ്കിൽ ആ കടങ്ങളെല്ലാം വീട്ടുന്നതിന് വേണ്ടിയുള്ള തുക മാറ്റിവെക്കുക. അടുത്തത്, അദ്ദേഹം വിൽപ്പത്രം വല്ലതും ചമച്ചിട്ടുണ്ടെങ്കിൽ ആ വിൽപ്പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന തുകയോ വസ്തുവോ മാറ്റിവെക്കുക. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു മുസ്ലിമിനെ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ 1/3 വസ്തു മാത്രമാണ് വിൽപ്പത്ര പ്രകാരം എഴുതി വെക്കാൻ കഴിയുന്നത്. അപ്പോൾ 1/3 വസ്തുവും കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വസ്തുക്കളാണ് അദ്ദേഹത്തിൻ്റെ അവകാശികളിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ആ ബാക്കിയുള്ള വസ്തുക്കൾ ഭാഗയോഗ്യമായ വസ്തുക്കളായി, അത് മൂവബിളായിട്ട് ഇമ്മൂവബിളായിട്ട് ഭാഗയോഗ്യമായ വസ്തുവായി കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ആരാണ് അനന്തരാവകാശികൾ എന്നാണ്. അതായത് ഒരു മുസ്ലിം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വസ്തുക്കളെ സംബന്ധിച്ചായാലും, അത് നേരത്തെ പറഞ്ഞതുപോലെ മൂവബിളായാലും ഇമ്മൂവബിളായാലും ആ പ്രോപ്പർട്ടീസ് ആരിലേക്കാണ് എത്തിച്ചേരേണ്ടതെന്ന് ഖുറാൻ അല്ലെങ്കിൽ ശരീഅത്ത് ലോ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ശരീഅത്ത് ലോ അനുസരിച്ച് ആദ്യം ഖുറാനിക് അവകാശികൾ, അതായത് ഷെയറേഴ്സ് എന്നുള്ള ഒരു ഭാഗമാണ് ഉള്ളത്. ഖുറാനിക് അവകാശികൾ, അതായത് വ്യക്തമായും സ്പഷ്ടമായും അവകാശങ്ങൾ നിർണ്ണയിച്ചു കൊടുത്തിരിക്കുന്ന ആൾക്കാരാണ് ഖുറാനിക് അവകാശികൾ അല്ലെങ്കിൽ ഷെയറേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റെസിജ്വറീസ്, അവശേഷിപ്പുകൾ. ആദ്യത്തെ ഷെയറേഴ്സിൽ കഴിഞ്ഞതിന് ശേഷം ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ കിട്ടേണ്ട ആൾക്കാർ, അത് റെസിജ്വറീസ് എന്ന വിഭാഗത്തിൽ, അവശേഷിപ്പ് എന്ന വിഭാഗത്തിൽ കണക്കിടുന്നു. മൂന്നാമത്തെ വിഭാഗം ഖുറാനിക് അവകാശികളോ അവശേഷിപ്പുകളുള്ള ആൾക്കാരോ ഇല്ലാത്ത പക്ഷം ഡിസ്റ്റന്റ് കിൻഡ്രഡ്, അതായത് ദൂരത്തിലുള്ള ബന്ധുക്കളെ സംബന്ധിച്ചാണ് അടുത്ത മൂന്നാമത്തെ വിഭാഗം പറയുന്നത്. ഈ 3 വിഭാഗങ്ങളാണ് ഒരു മുസ്ലിം ആണായാലും പെണ്ണായാലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഭാഗയോഗ്യമായ അവകാശികളായി കിട്ടുന്നത്. ഒന്നാമത്തത് ഖുറാനിക് അവകാശികൾ എന്ന ഷെയറേഴ്സ്, രണ്ടാമത്തത് അവശേഷിപ്പുകാർ എന്ന നിലയിലുള്ള റെസിജ്വറീസ്, ഈ 2 വിഭാഗത്തിൽപ്പെടാത്ത ഡിസ്റ്റന്റ് കിൻഡ്രഡ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. എന്താണ് VP സുഹറ പറഞ്ഞ ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ പോയ കേസിന് നിദാനമായ കാര്യങ്ങൾ? അതായത് ഒരു ആണായാലും പെണ്ണായാലും മരണപ്പെട്ടു പോയ ഒരു മുസ്ലിമിൻ്റെ വസ്തുക്കളിൽ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്ന അവകാശങ്ങളിൽ പിന്തുടർച്ചാവകാശം വഴി അനന്തരാവകാശികൾ കിട്ടുന്നതിൽ എന്തെങ്കിലും വേർതിരിവുണ്ടോ?
തീർച്ചയായും അതുണ്ട് എന്നാണ് VP സുഹറ പറഞ്ഞു വെക്കുന്നത്. കാരണം സ്ത്രീക്ക്, അതായത് മകൾക്ക്, ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന അവകാശങ്ങൾ പുരുഷനോടൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല. അതാണ് VP സുഹറയും അവരുടെ കൂട്ടാളികളായ നിസ പ്രവർത്തകരും ലിംഗ വിവേചനം അല്ലെങ്കിൽ തുല്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അത് ആർട്ടിക്കിൾ 14-15 നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14-15ൻ്റെയും വയലേഷനായി അവർ കണക്കാക്കുന്നത്. ഒരു എക്സാമ്പിളായി, ഒരു സ്ത്രീ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിന് 1/3 അവകാശമാണ് കിട്ടുന്നത്. സ്ത്രീയുടെ വസ്തുവിലെ 1/3 അവകാശം സ്ത്രീ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിന് ലഭിക്കുകയാണ്. അതിനൊരു കണ്ടീഷൻ കൂടിയുണ്ട്. അവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല, കുട്ടികൾ ഉണ്ടായിരിക്കാൻ പാടില്ല. മീൻസ് കുട്ടികളില്ലാത്ത ഒരു സ്ത്രീ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ വസ്തുവിൻ്റെ 1/3 ഭാഗവും ഭർത്താവിന് ലഭിക്കുകയാണ്. ഇനി അത് കുട്ടികളുണ്ടെങ്കിൽ ആ ഓഹരി 4/1 മാറുന്നു, അതായത് 1/4 ആയി മാറുന്നു. കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, കുട്ടികൾ ഉള്ള ഒരു സ്ത്രീയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അവരുടെ അവകാശം 4/1 ഭർത്താവിൻ്റെ അവകാശം 4/1 മാറുന്നു. ഇനി അതൊരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ സ്ത്രീകൾക്ക് കിട്ടുന്നത് 4/1 അവകാശം മാത്രമാണ്. കുട്ടികളില്ലാതെ ഒരു ഭർത്താവ് മരണപ്പെടുന്നു, ഒരു പുരുഷൻ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ലഭിക്കുന്നത് 4/1. ഇതാണ് ഒരു ലിംഗ വിവേചനം. കാരണം ഭാര്യ മരണപ്പെട്ടു പോകുന്നു, ഭർത്താവ് ജീവിച്ചിരിക്കുന്നു, ഭർത്താവിന് ഭാര്യയുടെ വസ്തുവിൻ്റെ 1/3 കിട്ടുന്നു. കണ്ടീഷൻ, ഈ കുട്ടികളില്ലാത്ത ഒരു കുടുംബത്തിന്, ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ആണെന്നുണ്ടെങ്കിൽ, ഭാര്യ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഭർത്താവിന് 1/3, അതേ കണ്ടീഷനുള്ള ഭർത്താവ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് 4/1. ഇതാണ് ആ വിവേചനം, നമ്മളുടെ ശരീഅത്ത് ലോ പ്രകാരമുള്ള വിവേചനമെന്ന് VP സുഹറയും കൂട്ടാളികളും പറയുന്നത്. ഇനി മകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ മകൾക്ക് കിട്ടുന്ന, അത് അച്ഛനാകട്ടെ അമ്മയാകട്ടെ, ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ മകൾക്ക് കിട്ടുന്നത് 1/3 അവകാശമാണ്. 1/3 അവകാശത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്, മുസ്ലിം വ്യക്തിഗത നിയമത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ മരണപ്പെട്ടു പോയ ആൾക്ക് ആൺമക്കൾ ഉണ്ടാകാതിരിക്കും. ആ സാഹചര്യത്തിൽ മാത്രമാണ് ഈ മകൾക്ക് കിട്ടുന്ന 1/3 അവകാശം. ഇനി ഒന്നിലേറെ മക്കളുണ്ട്, 2 അതിലധികമോ പെൺമക്കളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷെയർ 2/3, 3/2 മാറുകയാണ്. ഇതും നമ്മൾ VP സുഹറ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ലിംഗവിവേചനത്തിൻ്റെ ഭാഗമാണ്. മരണപ്പെട്ടു പോകുന്ന ആണിൻ്റെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ അച്ഛനാണ് ജീവിച്ചിരിക്കുന്നത്, അച്ഛന് കിട്ടുന്ന റൈറ്റ് എന്ന് വെച്ചാൽ 6/1. 6/1 കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ക്ലോസ് കൂടി പറയുന്നുണ്ട്, അയാൾക്ക് മകനോ മകളോ ഉണ്ടാകാൻ പാടില്ല. ഈ മരണപ്പെട്ടു പോയ ആൾക്ക്, ആ മരണപ്പെട്ടു പോയ ആളുടെ പിതാവിന് ലഭിക്കുന്നത് 6/1. അതേ കാര്യത്തിൽ ഈ അമ്മയ്ക്കും 6/1 ലഭിക്കുന്നുണ്ട്. പക്ഷേ അച്ഛന് 6/1, അതായത് മക്കളുണ്ടെങ്കിൽ, പെൺമക്കൾ മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 6/1 നേരത്തെ പറഞ്ഞിരിക്കുന്ന അവശേഷിപ്പുകാരൻ എന്ന നിലയിലുള്ള ഷെയർ കൂടി ലഭിക്കുകയാണ്. ഈ ലിംഗ വിവേചനം സ്ത്രീകൾക്ക് എതിരെയുള്ള ഒരു പടപ്പുറപ്പാടാണ്. കാലാകാലങ്ങളായി VP സുഹറയും അതുപോലെയുള്ള ഒരുപാട് ആക്ടിവിസ്റ്റും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു വരികയാണ്. ഈ ലിംഗ വിവേചനത്തിനെതിരെ, നീതി നിഷേധത്തിനെതിരെയാണ് VP സുഹറ സുപ്രീം കോടതി സമീപിച്ചിട്ടുള്ളത്. ഇനി ഇതേ സബ്ജക്റ്റിൽ, അതായത് നമുക്ക് കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. തൽക്കാലം വിടാം.